ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹിക്കെതിരെ ഹൈദരാബാദ് 2 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 242. ഓറഞ്ച് ആർമിക്ക് മുന്നിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറിയുടെ പട്ടാഭിഷേകം തീർത്തിരിക്കുന്നു. ഇന്ന് 68 പന്തുകളിൽ നേടിയത് 135 റൺസ്, 10 സിക്സുകളും 10 ഫോറുകളും അടങ്ങുന്ന ഇന്നിങ്സ്. ഈ IPL-ൽ സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരമാണ് അഭിഷേക് ശർമ്മ. മാത്രമല്ല 2026-ലെ ഹൈസ്കോററായി മാറുന്നു. ഇന്നത്തെ അഭിഷേക് ശർമ്മയുടെ പ്രകടനത്തോടെ 116 റൺസ് നേടിയ സഞ്ജു സാംസന്റെ ഹൈസ്കോറാണ് ഇന്ന് അഭിഷേക് ശർമ്മ മറികടന്നത്. ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ന് ടോസ് ലഭിച്ചത് ഡൽഹിക്കായിരുന്നു. ഡൽഹി ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നു. ഓറഞ്ച് ആർമി ആരാധകർക്ക് മുന്നിൽ അവരുടെ ടീമിനെ ബാറ്റിങ്ങിന് അയക്കുന്നു ഡൽഹി. അവിടെ തൊട്ട് ഡൽഹിക്ക് പിഴക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരായ അഭിഷേക് ശർമ്മയും ട്രേവിസ് ഹെഡിനെയും ഓഫ് സ്പിന്നിൽ കുടുക്കിക്കളയാമെന്ന തന്ത്രവുമായെത്തിയ അക്സർ പട്ടേലിന്റെ സകല തന്ത്രങ്ങളെയും പൊളിച്ചു കളയുന്ന പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയും ട്രേവിസ് ഹെഡും കൂടി ഹൈദരാബാദിന് വേണ്ടി നൽകിയത്. ഓഫ് സ്പിന്നറായ നിതീഷ് റാണയെ കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർക്ക് മുന്നിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് ഇരുവരും നിതീഷ് റാണയെ നേരിട്ടത്. ഇന്ന് ഡൽഹി ബൗളിംഗ് നിരയിൽ ഏറ്റവും തല്ലുവാങ്ങിയത് നിതീഷ് റാണയാണ്. 4 ഓവറിൽ വിട്ടുകൊടുത്തത് 55 റൺസ്. മുകേഷ് കുമാർ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 53. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വീഴ്ത്താനായ വിക്കറ്റ് 1 മാത്രമാണ്. ആ വിക്കറ്റ് നേടിയത് ക്യാപ്റ്റൻ അക്സർ പട്ടേലായിരുന്നു. അക്സർ പട്ടേൽ 2 ഓവർ മാത്രമാണ് ബോൾ ചെയ്തത്. 23 റൺസ് വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടി. 13 പന്തിൽ 25 റൺസ് നേടിയ ഇഷാൻ കിഷൻ റണ്ണൗട്ടാകുന്നു. ഒരു ദൗർഭാഗ്യകരമായ റണ്ണൗട്ടായിരുന്നു. നിതീഷ് റാണയ്ക്കെതിരെ അഭിഷേക് ശർമ്മ 6 അടിക്കുന്നു. അടുത്ത പന്തിൽ 4 അടിക്കുന്നു. അടുത്ത പന്തിൽ വീണ്ടും 6 അടിക്കുന്നു. നിതീഷ് റാണയുടെ 4ാം ബോൾ അഭിഷേക് ശർമ്മ കളിച്ചത് ബൗളർക്ക് നേരെ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു നേരം എന്തിനെന്ന് അറിഞ്ഞുകൂടാ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ അവിടെ 2 6ഉം 4ഉം നേടിയിരിക്കുന്ന അഭിഷേക് ശർമ്മയിൽ നിന്ന് സ്ട്രൈക്ക് വാങ്ങാൻ തിടുക്കപ്പെട്ട് ക്രീസിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അഭിഷേക് ശർമ്മയുടെ ഷോട്ട് തടുക്കാൻ ശ്രമിക്കുന്ന നിതീഷ് റാണയുടെ കൈകളിൽ തട്ടി സ്റ്റെമ്പിലേക്ക് പതിക്കുന്നു. ഇഷാൻ കിഷൻ റണ്ണൗട്ടാകുന്നു. എന്നാൽ അതിനുശേഷം എത്തിയ ക്ലാസൻ 13 പന്തിൽ 37 റൺസാണ് നേടിയത്. 3 സിക്സുകളും 3 ഫോറുകളും. അഭിഷേക് ശർമ്മ ഒന്ന് ക്ഷീണിതനായപ്പോൾ പിന്നീട് റൺസ് ഉയർത്തുന്ന ദൗത്യം ക്ലാസൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 243 ഡൽഹിക്ക് വിജയലക്ഷ്യം. ഡൽഹി അതിനെങ്ങനെ മറികടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ IPL-ൽ മിക്ക ടീമുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണെന്ന് ഡൽഹിക്കും സംഭവിച്ചത്. ടോസ് ലഭിക്കുമ്പോൾ എതിരാളികൾക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. യാതൊരു സമ്മർദ്ദവുമില്ലാതെ ആ അവസരം മുതലെടുത്തുകൊണ്ട് സ്വന്തം ആരാധകർക്ക് മുന്നിൽ വലിയ സ്കോറുകൾ പടുത്തുയർത്തുന്നു. അതിനെ മറികടക്കാൻ ചേസിങ്ങിനിറങ്ങുന്ന എതിരാളികളെ നിഷ്പ്രയാസം കീഴടക്കുന്ന ഒട്ടനവധി മത്സരങ്ങൾ ഈ IPL-ൽ കഴിഞ്ഞു കടന്നു. ഒരു പക്ഷേ അതുപോലെ തന്നെയാകാം ഈ മത്സരത്തിൻ്റെയും അവസ്ഥ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.